Hi guys, welcome to Wings Academy's online classes. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് ആണ്. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ടേംസുകളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതില് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് മെയിൻ ആയിട്ട് സാറ്റലൈറ്റുകളെ പറ്റിയാണ് അല്ലെ. അതിൽ എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനോമിനയെ പറ്റിയിട്ട് നമ്മള് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പറ്റിയോ ഏതെങ്കിലും ഒരു പ്ലേസിനെ പറ്റിയോ ഏതെങ്കിലും ഒരു ഫിനോമിന പ്രതിഭാസത്തെ പറ്റിയോ നമ്മൾ എന്ത് ചെയ്യാണ്, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ സ്പർശബന്ധമില്ലാതെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഈ റിമോട്ട് സെൻസിങ്ങിനെ നമ്മൾ 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യട്ടാ. റിമോട്ട് സെൻസിങ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് 3 എണ്ണമായിട്ട്. അതിൽ ഒന്നാമത്തെ പേരാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. ഒന്നാമത്തെ പേര് എന്താണ്? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. രണ്ടാമത്തെ പേര് വരുന്നത് എന്താണ്? ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ്. മൂന്നാമത്തെ പേര് വന്നിട്ട് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, അപ്പൊ 3 എണ്ണം ഉണ്ട് റിമോട്ട് സെൻസിങ്. നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്തിന്റെ ബേസില്? പ്ലാറ്റ്ഫോമിന്റെ ബേസിൽ കേട്ടാ. പ്ലാറ്റ്ഫോമിന്റെ ബേസിൽ റിമോട്ട് സെൻസിങ്ങിനെ 3 എണ്ണമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാമത്തെ വരുന്നത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി, രണ്ടാമത്തെ വരുന്നത് ഏരിയൽ റിമോട്ട് സെൻസിങ്, മൂന്നാമത്തെ വരുന്നത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, ഇതിൽ ആദ്യം പറയുന്ന ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂപ്രതലത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഭൂമിയുടെ ഏറ്റവും സർഫസിൽ നമ്മൾ നിന്നുകൊണ്ട് അവിടുത്തെ ഫീച്ചേഴ്സ്, അതായത് ഭൗമോപരിതലത്തിലെ ചിത്രങ്ങള് ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി. നമ്മൾ എർത്ത് സർഫസിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഫീച്ചേഴ്സ് എന്താണ്, ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. അപ്പൊ എന്താണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞാല്, എർത്ത് സർഫസിലെ ഫീച്ചേഴ്സ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യുന്ന രീതി വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. രണ്ടാമത് ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ ക്യാമറ ഫിക്സ് ചെയ്തേക്കണ എവിടെയാണ്? എയർക്രാഫ്റ്റിലാണ്. വിമാനത്തിൽ ക്യാമറ ഘടിപ്പിച്ചിട്ട് ഇൻഫർമേഷൻ വിവരം ശേഖരിക്കുകയാണെങ്കിൽ ആ റിമോട്ട് സെൻസിങ്ങിന് വിളിക്കുന്ന പേര് ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ്. ഇപ്പൊ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് സർഫസിൽ നിന്നുകൊണ്ട് പിക്ചർ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യുന്ന രീതിയാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാല് ക്യാമറ എവിടെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത്? എയർക്രാഫ്റ്റിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാല്? സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സാറ്റലൈറ്റിലെ സെൻസർ ഘടിപ്പിക്കുകയാണ്. ഓക്കെ, സാറ്റലൈറ്റിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലെ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതി, വിവരം ശേഖരിക്കുന്ന രീതി വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ഉപഗ്രഹ വിദൂര സംവേദനം. ഏതൊക്കെ പറഞ്ഞു? ഭൂതല ഛായാഗ്രഹണം പറഞ്ഞു, ആകാശീയ വിദൂര സംവേദനം പറഞ്ഞു, ഉപഗ്രഹ വിദൂര സംവേദനം പറഞ്ഞു. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എർത്ത് സർഫസിൽ നിന്നുകൊണ്ട് ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യുന്ന രീതിയാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയർക്രാഫ്റ്റിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതി വിളിക്കുന്ന പേരാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാല് സാറ്റലൈറ്റിൽ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഓക്കെ, മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ക്രിസ്മസ് എക്സാമിന് എന്തായാലും ചോദിക്കുമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻസ് കേട്ടാ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്നാണ്. എവിടെയാണ് ക്യാമറ ഘടിപ്പിച്ചേക്കുന്നത്? എയർക്രാഫ്റ്റിൽ ക്യാമറ ഘടിപ്പിച്ചിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും അവർക്ക് ഡിമെറിറ്റ്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ എന്താണ് പോരായ്മകൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഷെയ്ക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ്, അതായത് എയർക്രാഫ്റ്റ് ഷെയ്ക്ക് അല്ലെ, അതൊന്ന് കുലുങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിപ്പിക്കും. അതായത് ചിത്രങ്ങളുടെ ക്വാളിറ്റി അവിടെ കുറയും. ഫോട്ടോസിന് എന്ത് കുറയുന്നു? ക്വാളിറ്റി കുറയുന്നു. രണ്ടാമത്തെ കാര്യം പറയണത് എയർക്രാഫ്റ്റിന് എന്ത് വേണം? ടേക്ക് ഓഫിനാണെങ്കിലും ലാൻഡിങ്ങിനാണെങ്കിലും, അതായത് വിമാനം പറത്തുവാനാണെങ്കിലും ഇറക്കുവാനാണെങ്കിലും എങ്ങനത്തെ സ്പേസ് വേണം? ഒരു ഓപ്പൺ സ്പേസ് വേണം. അത് എല്ലായിടത്തും പോസിബിൾ ആവണമെന്നില്ല. അതാണ് രണ്ടാമത്തെ പോരായ്മയായിട്ട് പറയുന്നത്.
മൂന്നാമത്തെ പോരായ്മ എന്ന് പറഞ്ഞാല് എയർക്രാഫ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇറക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അല്ല റീഫ്യൂൽ ചെയ്ത് കൊടുക്കണം അല്ലെ, ഇന്ധനം അടിച്ചു കൊടുക്കണം. അപ്പൊ ഇന്ധനം നിറയ്ക്കുന്നതിന് വിമാനം ഇടയ്ക്കിടെ നിലത്തിറക്കുന്ന എന്താണ്, ചെലവ് വർദ്ധിപ്പിക്കുന്നത്, കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചിലവേറിയതാണ്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് റീജിയൻ ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലേസ്, ഭയങ്കര വിസ്തൃതമായിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ ആ പ്ലേസിന്റെ ഇൻഫർമേഷൻ ഫുൾ ആയിട്ട് കവർ ചെയ്യാനായിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്ത് പറ്റില്ല, ഏരിയൽ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്ത് പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ് ഡിമെറിറ്റ്സ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എയർക്രാഫ്റ്റ് ഷേക്കിംഗ് എന്തിനെ ബാധിക്കുന്നു, ഫോട്ടോന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്, എയർക്രാഫ്റ്റിന് എന്താണ് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും എങ്ങനത്തെ സ്പേസ് വേണം, ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് വേണമെന്ന് പറഞ്ഞു. അത് എയർക്രാഫ്റ്റിന്റെ ലാൻഡിങ് അതേപോലെ റീഫ്യൂലിംഗ് എന്ത് കൂട്ടുന്നു, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, വാസ്റ്റ് ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഏത് കൊണ്ട് പറ്റില്ല, ഏരിയൽ റിമോട്ട് സെൻസിങ് കൊണ്ട് പറ്റില്ല. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 6 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 6 മാർക്കിനോ 5 മാർക്കിനോ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും ട്ടാ. സാറ്റലൈറ്റ് റിമോട്ട് സെൻസറുകൾ 2 എണ്ണം നമുക്ക് പഠിക്കാറുണ്ട്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും സൺ സിൻക്രണസ് സാറ്റലൈറ്റും. ഓക്കെ, ഏതൊക്കെയാണ്, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും ട്ടാ. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. ഈ സാറ്റലൈറ്റിന്റെ ആദ്യം നമുക്ക് ഹൈറ്റ് പഠിക്കാം ട്ടാ. ഈ ഒരു സാറ്റലൈറ്റിന്റെ ഹൈറ്റ് വന്നിട്ട് ഓൾട്ടിറ്റ്യൂഡ് എത്ര പറഞ്ഞേക്കണത്, എലവേഷൻ എത്ര, എലവേഷൻ എന്ന് പറഞ്ഞാൽ ഉയരം എത്ര പറഞ്ഞേക്കണത്, 36,000 കിലോമീറ്റർ മുകളിലാണ്. എത്ര പറഞ്ഞേക്കണത്, 36,000 കിലോമീറ്റർ മുകളിലാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് 1/3 ഭാഗമാണ് ഫീൽഡ് ഓഫ് വ്യൂ. നിരീക്ഷണ പരിധി വരുന്ന എത്രയാണ്, 1/3 ഭാഗം. അപ്പൊ ഈ ഒരു സാറ്റലൈറ്റിന് 1/3 ഭാഗം മാത്രം നിരീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് സ്റ്റേ കോൺസ്റ്റന്റ്ലി അബവ് എ സ്പെസിഫിക് പ്ലേസ് ഓൺ ദി എർത്ത്. അതായത് എർത്തില് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിൽ എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, ഉയരം വന്നിട്ട് എത്ര നമ്മൾ പറഞ്ഞു, 36,000 കിലോമീറ്റർ ആണ് ഉയരം വരുന്നതെന്ന് പറഞ്ഞു. 1/3 എത്ര ഭാഗമാണ് ഫീൽഡ് ഓഫ് വ്യൂ, 1 ഭാഗമേ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളൂ. എർത്തിന്റെ ഒരു പ്ലേസിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്ലേസിന്റെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം അല്ലെ. കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ പോസിബിൾ ആണ്. എങ്ങനെയൊക്കെ പറ്റുന്ന ഡാറ്റയാണ് കളക്ട് ചെയ്യണത്, ടെലികമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം, വെതർ സ്റ്റഡീസ് കാലാവസ്ഥ, ഇതിനെയൊക്കെ പറ്റിയുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ഏത് സാറ്റലൈറ്റ് ആണ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ പേര് പഠിക്കുക, ഇൻസാറ്റ് സാറ്റലൈറ്റ് ആണ് എക്സാമ്പിള്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ എലവേഷൻ ആദ്യം പറഞ്ഞു, എലവേഷൻ വന്നിട്ട് എത്രയാണ്, 36,000 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താണ്, 1/3 ഭാഗം മാത്രമേ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്ലേസിൽ എപ്പോഴും ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്ത് പോസിബിൾ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ പോസിബിൾ ആണ്. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം, ടെലികമ്മ്യൂണിക്കേഷനും വെതർ സ്റ്റഡീസും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എക്സാമ്പിൾ വന്നിട്ട് ഏതാണ്, എക്സാമ്പിൾ വന്നിട്ട് ഇൻസാറ്റ് ആണ്. നെക്സ്റ്റ് സാറ്റലൈറ്റ് ആണ് സൺ സിൻക്രണസ് സാറ്റലൈറ്റ് ട്ടാ. എന്താണ് സാറ്റലൈറ്റിന്റെ പേര്, സൺ സിൻക്രണസ്. ഈ സാറ്റലൈറ്റ് പ്രത്യേകത ഒരു പോളിൽ നിന്ന് മറ്റൊരു പോളിലോട്ട് കറങ്ങുന്ന സാറ്റലൈറ്റ് ആണ്. ഒരു പോളിൽ നിന്ന് മറ്റൊരു പോളിലോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് ആണ് ഇത് സാറ്റലൈറ്റ്, സൺ സിൻക്രണസ് സാറ്റലൈറ്റ്. മൂവ് ഫ്രം പോൾ ടു പോൾ, അതായത് ഒരു പോളിൽ നിന്ന്, ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റൊരു ധ്രുവത്തിലോട്ട് നീങ്ങുന്ന സാറ്റലൈറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നേ, ഭൂസ്ഥിര സൗരസ്ഥിര ഉപഗ്രഹം അല്ലെങ്കിൽ സൺ സിൻക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹൈറ്റ് നോക്കിയാൽ 900 കിലോമീറ്റർ ആണ് ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞേക്കണത്. എത്രയാണ്, 900 കിലോമീറ്റർ ആണ് ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞേക്കുന്നത്. ഇതിന് സർവൈലൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നിരീക്ഷണ പരിധി. സർവൈലൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നിരീക്ഷണ പരിധി ആരെക്കാളും കുറവാണെന്ന് പറഞ്ഞേക്കണത്. നമ്മള് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൺ സിൻക്രണസ് സാറ്റലൈറ്റിന് നിരീക്ഷണ പരിധി വന്നിട്ട് എന്താണ്, കുറവാണ്.
നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമുക്ക് ഡാറ്റ എപ്പോഴും ഡാറ്റ കളക്ഷൻ എപ്പോഴും പോസിബിൾ അല്ല. എപ്പോൾ മാത്രം പോസിബിൾ ഉള്ളൂ? റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ മാത്രം പോസിബിൾ ഉള്ളൂ. എപ്പോഴും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു നിശ്ചിത സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യാം? എന്തിനൊക്കെ പറ്റിയാണ്? നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങള്, ലാൻഡ് യൂസ്, ഗ്രൗണ്ട് വാട്ടർ, ഇതിനെയൊക്കെ പറ്റിയുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് ഇത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇത് മെയിൻ പോയിന്റ് ആണ്, റിമോട്ട് സെൻസിങ്ങിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്. എക്സാമ്പിൾ വന്നിട്ട് ഏതൊക്കെയാണ്? IRS-ഉം ലാൻഡ്സാറ്റും. എക്സാമ്പിൾ ഇതാണ്, IRS-ഉം ലാൻഡ്സാറ്റും ആണ്. അപ്പൊ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ഇടയ്ക്ക് മൂവ് ചെയ്യുന്നതാണ്? പോളിൽ നിന്ന് പോളിലോട്ട് മൂവ് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 900 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം നമുക്ക് ഡാറ്റ കളക്ഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു. ഇനി എന്തിനൊക്കെ പിന്നെ ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്? നാച്ചുറൽ റിസോഴ്സ്, ലാൻഡ് യൂസ്, ഗ്രൗണ്ട് വാട്ടർ. റിമോട്ട് സെൻസിങ്ങിന് മെയിൻ ആയിട്ട് റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ് ഇത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്. എക്സാമ്പിൾ വന്നിട്ട് ഏതാണ് പറഞ്ഞേക്കുന്നത്? IRS-ഉം ലാൻഡ്സാറ്റുമാണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മള് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ടോപ്പിക് പറഞ്ഞു. എന്താണ് ഈ റിമോട്ട് സെൻസറിനുള്ള ഉപയോഗം? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ റിമോട്ട് സെൻസിങ്ങിന്റെ ഉപയോഗം? എന്തിനൊക്കെയാണ് ഈ റിമോട്ട് സെൻസ് ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ കാര്യം പറയുന്നത് ഫോർ ദി അസസ്മെന്റ് ഓഫ് വെദർ ആൻഡ് ഒബ്സർവേഷൻ, കാലാവസ്ഥയെ പറ്റി നിരീക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥ നിർണയിക്കാനായിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നു? റിമോട്ട് സെൻസിങ് സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഓഷ്യൻ എക്സ്പ്ലോറേഷൻ, സമുദ്രത്തെ പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, സമുദ്ര കാര്യങ്ങളെ പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റിമോട്ട് സെൻസിങ് മെത്തേഡ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പറയുന്ന മറ്റൊന്നാണ് ഫോർ ദി മോണിറ്ററിംഗ് ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രാഫ്റ്റ്, അതായത് പ്രളയം വരുന്നുണ്ടോ, വെള്ളപ്പൊക്കം വരുന്നുണ്ടോ, വരൾച്ച വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടി സഹായിക്കുന്നു നമ്മുടെ റിമോട്ട് സെൻസിങ് സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഫോർ ഐഡന്റിഫൈയിങ് ഫോറസ്റ്റ് ഫയേഴ്സ് ഇൻ ഡീപ്പ് ഫോറസ്റ്റ്, ഒരു കൊടും വനത്തില് എന്താണ് എന്താ പറയുക കാട്ടുതീ ഉണ്ടായെന്ന് വിചാരിക്കുക, അത് കണ്ടെത്താനായിട്ട് എന്തുപയോഗിക്കാം? റിമോട്ട് സെൻസിങ് മെത്തേഡ് ഉപയോഗിക്കാം. ഓയിൽ എക്സ്പ്ലോറേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് നിർണ്ണയിക്കാനായിട്ട് എന്തുപയോഗിക്കാം? റിമോട്ട് സെൻസിങ് മെത്തേഡ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കാം. 4 പോയിന്റ് പഠിച്ചു വെക്കാം. റിമോട്ട് സെൻസിങ്ങിന്റെ ഉപയോഗം ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് GIS. GISന്റെ അനലിറ്റിക്കൽ ക്യാപ്പബിലിറ്റീസ്, വിശകലന സാധ്യതകൾ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് വിശകലന സാധ്യതകൾ? 3 എണ്ണം ഉണ്ട്. ആദ്യം 3 പേര് എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നാമത് ഓവർലേ അനാലിസിസ്, രണ്ടാമത്തെ ബഫർ അനാലിസിസ്, മൂന്നാമത്തെ ഇതാണ് നെറ്റ്വർക്ക് അനാലിസിസ്. ഇതാണ് GISന്റെ വിശകലന സാധ്യതകൾ എന്ന് പറയുന്നത്. അതിൽ ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും 2 പീരീഡ് എടുക്കും, ഏതെങ്കിലും 2 സമയം എടുക്കും. ആ സമയത്തിനുള്ളിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ നോക്കും. അത് വിശകലനം ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഓവർലേ അനാലിസിസ്. ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ചേഞ്ച് ആണ്. മെയിൻ പോയിന്റ് ഇതാണ്. മെയിൻ പോയിന്റ് ഇതാണ്. ഇത് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. പീരിയോഡിക് ചേഞ്ച്, അതായത് ഒരു കാലത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് നമ്മള് വിശകലനം ചെയ്യും, അനലൈസ് ചെയ്യും. അങ്ങനെയുള്ള അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് ഓവർലേ അനാലിസിസ്. ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഒരു നിശ്ചിത പീരീഡ് എടുക്കുന്നു, ആ പീരീഡുകൾ തമ്മിൽ അനലൈസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സൃഷ്ടിച്ചെന്ന് നോക്കുന്നു. ആ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഓവർലേ അനാലിസിസ്. അപ്പൊ എന്താണ് ഓവർലേ അനാലിസിസ്? ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കാലം എടുത്ത് ആ കാലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഓവർലേ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓവർലേ അനാലിസിസ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ? അതായത് ഇപ്പൊ നമ്മൾ 2 വർഷം എടുക്കുകയാണ്, 2005ഉം 2010ഉം എടുക്കുകയാണ്. ഈ കാലയളവിനുള്ളിൽ കൃഷിക്ക് എന്ത് മാറ്റം ഉണ്ടായി നമ്മൾ വിശകലനം ചെയ്യും. അല്ല, 2 പീരീഡ് എടുത്തിട്ട് ആ പീരീഡിൽ എന്ത് മാറ്റം ഉണ്ടായി നമ്മൾ വിശകലനം ചെയ്യും. ചിലപ്പോൾ കൃഷി കൂടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കൃഷി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ മാറ്റം വിശകലനം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓവർലേ അനാലിസിസ്. ബഫർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ സോൺ, ഒരു പോയിന്റ് ഫീച്ചർ ഉണ്ടെങ്കിൽ അവിടെ സർക്കുലർ സോൺ ക്രിയേറ്റ് ചെയ്യും.
ഈ സർക്കുലർ സോണിൽ എന്ത് മാറ്റം ഉണ്ടായി, ഒരു പോയിന്റ് ഫീച്ചർ ചുറ്റും എന്ത് മാറ്റം ഉണ്ടായി നോക്കും. ആ മാറ്റം വിശകലനം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബഫർ അനാലിസിസ്. എപ്പോഴും ഒരു പോയിന്റ് ഫീച്ചർ ആവണമെന്നില്ല, ചിലപ്പോൾ ലീനിയർ ഫീച്ചർ ആവും. ഇപ്പൊ ലീനിയർ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സോൺ എന്തായിരിക്കും? സോൺ ആണ്. ഒരു പോയിന്റ് ഫീച്ചർ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സോൺ എന്താണ്? സർക്കുലർ സോൺ. ഒരു ലീനിയർ ഫീച്ചർ, നേർരേഖ, അങ്ങനെയുള്ള ഫീച്ചർ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സോൺ എന്താണ്? പാരലൽ സോൺ. ഈ രണ്ട് സോണിലും എന്ത് മാറ്റം ഉണ്ടായി എന്ന് വിശകലനം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. ഒരു പോയിന്റ് ഫീച്ചർ എടുത്ത് അതിന്റെ സർക്കുലാറിൽ എന്ത് മാറ്റം ഉണ്ടായി, വൃത്താകൃതിയിൽ എന്ത് മാറ്റം ഉണ്ടായി നോക്കും. ഒരു ലീനിയർ ഫീച്ചർ എടുത്ത് അതിന്റെ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ പാരലൽ ആയിട്ട് എന്ത് മാറ്റം ഉണ്ടായി നോക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഫർ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ ലീനിയർ ഫീച്ചേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുള്ളൂ. ഏതൊക്കെയാണ് ലീനിയർ ഫീച്ചർ എന്ന് പറഞ്ഞാല്? റോഡ്, റെയിൽവേ, റിവേഴ്സ്, ഇതിലെല്ലാം നമുക്ക് എന്ത് ഫീച്ചർ എന്ന് പറയാം? ലീനിയർ ഫീച്ചർ എന്ന് പറയാം. ആ ലീനിയർ ഫീച്ചറിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് വിശകലനം ചെയ്യും. അതെവിടെയാണ്? നെറ്റ്വർക്ക് അനാലിസിസിലാണ് ട്ടാ. അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്, തിരക്ക് കുറഞ്ഞ വഴികൾ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്ന അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പൊ GISന്റെ 3 അനലിറ്റിക്കൽ ക്യാപ്പബിലിറ്റീസ് ആണ് പറഞ്ഞത്. ഒന്ന് ഓവർലേ അനാലിസിസ്, രണ്ടാമത്തെ ബഫർ അനാലിസിസ്, മൂന്നാമത്തെ എന്താ? നെറ്റ്വർക്ക് അനാലിസിസ് ട്ടാ. ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാല് 2 പീരീഡുകൾ എടുത്തിട്ട് അവിടെ എന്ത് മാറ്റം ഉണ്ടായി എന്ന് നോക്കുന്നതാണ് ഓവർലേ അനാലിസിസ്. എന്ന ബഫർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 2 സോൺ പറയുന്നുണ്ട്. ഒരു പോയിന്റ് ഫീച്ചർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സോൺ എന്താണ്? സർക്കുലർ സോൺ. ഒരു ലീനിയർ ഫീച്ചർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സോൺ എന്താണ്? പാരലൽ സോൺ. ഈ 2 സോണിലും എന്ത് മാറ്റം ഉണ്ടായി എന്ന് നമ്മൾ നോക്കുന്നതാണ് ബഫർ അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസ് ലീനിയർ ഫീച്ചേഴ്സ് മാത്രം ഡീൽ ചെയ്യുന്നുള്ളൂ. അതായത് ഷോർട്ടസ്റ്റ് റൂട്ട് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വിശകലനമാണ് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പൊ എന്താണ് GISന്റെ ഉപയോഗം? മറ്റൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. GIS എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? GISന്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് പല സോഴ്സിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഡാറ്റയിലൊക്കെ എന്താണ്? കമ്പൈൽ ചെയ്യുക, സംയോജിപ്പിക്കാൻ ആരെ സഹായിക്കുന്നു? GIS സഹായിക്കുന്നു. അതേപോലെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത് കേട്ടാ. അതിന് നമ്മൾ ആരെ സഹായിക്കുന്നു? GIS സഹായിക്കുന്നു. മൂന്നാമത്തത് തീമറ്റിക് സ്റ്റഡീസ്, ഒരു തീം ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം നടത്താനും സഹായിക്കുന്നു, GIS സഹായിക്കുന്നു. അതേപോലെ തന്നെ ഓരോ ജോഗ്രഫിക്കൽ ഫീച്ചറും, നമ്മുടെ സർഫസിലുള്ള ഫിസിക്കൽ ഫീച്ചർ ആയിക്കോട്ടെ, കൾച്ചറൽ ഫീച്ചർ ആയിക്കോട്ടെ, എന്താണെങ്കിലും സ്പേഷ്യലി ലൊക്കേറ്റ് ചെയ്യാൻ, കറക്റ്റ് സ്ഥാന നിർണ്ണയം നടത്താൻ ആരെ കൊണ്ട് സാധിക്കുന്നു? GIS കൊണ്ട് സാധിക്കുന്നു. അതേപോലെ മാപ്പ്, ടേബിൾസ്, ഗ്രാഫ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കും? GIS ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ GISന്റെ 3 ഉപയോഗങ്ങളും ഇതിൽ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയുള്ള ഈ ചാപ്റ്ററില് കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എക്സാമിന് വിദ്യാർത്ഥി എഴുതാൻ പറ്റുള്ളൂ. ഈ ഒരു ചാപ്റ്റർ മാത്രം. ബാക്കി എല്ലാം ജോഗ്രഫി സിമ്പിൾ ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണ്. കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മലയാള അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. അതില് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഏതൊക്കെ? റിമോട്ട് സെൻസിങ്ങിന്റെ യൂസസ്, ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻസ്, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്, സൺസിഗ്നൽ സാറ്റലൈറ്റ്, ബഫർ അനാലിസിസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ബാക്കിയുള്ള അനാലിസിസിനെക്കാളും കൂടുതൽ ചോദിക്കുന്ന വിശകലനമാണ് ആവർത്തി വിശകലനം അല്ലെങ്കിൽ ബഫർ അനാലിസിസ്, GISന്റെ യൂസസ്. ഇത്രയും നന്നായിട്ട് പഠിക്കാം കേട്ടോ. താങ്ക് യു.